വള്ളമാണ്. ഉണക്കമീൻ്റെ നല്ല രീതിയിലുള്ള ഉണക്കമീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എല്ലാത്തരം ഉണക്കമീനും, അതായത് ഇവിടെ ഏകദേശം നമുക്ക് ഏതൊക്കെ നല്ല തരത്തിലുള്ള ഉണക്കമീൻ വേണോ ആ ഉണക്കമീനെല്ലാം കിട്ടുന്ന ഒരു ബീച്ച് സൈഡാണ്. അല്ല, ബീച്ച് സൈഡാണ്. എല്ലാത്തരം ഉണക്കമീനും, അതായത് ഇവിടെ എന്തൊക്കെ ഉണക്കമീനുണ്ടോ അതെല്ലാം കിട്ടും. വാള മുതൽ അല്ല വാള, എല്ലാ നൊത്തോലി എന്ന് പറയുന്ന നൊത്തോലിയുണ്ട്. കൊഴിയാളൊക്കെ ഒരുപാടുണ്ട്. ഉണക്കമീൻ വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് പോകണം ആർക്കും അറിഞ്ഞൂടാ. ആരും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ്. അല്ല, ഫോട്ടോ പിടിച്ചിട്ട് നിങ്ങളുടെ മീൻ കച്ചവടമൊന്നും പോകില്ല. അല്ല, ചൂര മുതൽ അങ്ങനെ എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഐറ്റങ്ങളാണ്. ഉണ്ടോ? എല്ലാവരും അവരിങ്ങനെ നല്ല രീതിയിൽ വൃത്തിയോടെ ഉണക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അല്ല അല്ല കൊഞ്ചുപൊളി ഉണ്ടോ? അല്ല, അടിപൊളി. ഒരു മണ്ണൊന്നും കാണില്ല, ഒരു മണ്ണും കാണില്ല. സൂപ്പർ ആയിരിക്കും കേട്ടാ. ഞങ്ങളെ വീഡിയോ എടുക്കും, ഞങ്ങളെ ഫേമസ് ആക്കില്ലേ നിങ്ങൾ? ഞങ്ങളെ വീഡിയോ എടുക്കേ ഫേമസ് ആവട്ടെ. ഇത് കൂന്തലെന്ന് പറഞ്ഞ് അത് മറ്റേ കണവ കൂന്തലെന്ന് പറയും, വടക്ക കൂന്തലെന്ന് പറയും. ഇത് ഉണക്കമീനിൽ ഏറ്റവും ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല സൂപ്പർ സാധനം. അതല്ല എന്ന് വേണ്ട എല്ലാത്തരം ഉണക്കമീനും ഉണ്ട്. ഇനി അടുത്ത വേറൊരു കാര്യം പറഞ്ഞാൽ, സാധാരണ നമ്മുടെ അവിടെ ഈ കലവയെന്ന് പറഞ്ഞ സാധനം, അമൂർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അമൂർ എന്നൊരു സാധനമുള്ള അമൂർ. ഈ അമൂർ എന്ന് പറയുന്ന സാധനം പണ്ട് നമുക്ക് ഈ കട്ടമരങ്ങളിൽ പോയി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ അന്ന് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് ഉപ്പിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഉപ്പിട്ട് കൊണ്ടുവരാൻ നമ്മൾ ആൾക്കാർ വാങ്ങിക്കുന്നത്. അതേ കണക്കൊരു പരിപാടികൾ നടക്കുന്നുണ്ട്. അതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, എല്ലാം നല്ല അടിപൊളിയാണ്. എല്ലാം നമ്മുടെ കച്ചവടക്കാരെല്ലാം ഞാൻ കാണിച്ചില്ല, ഇതെല്ലാം കച്ചവടക്കാരെ കാണിക്കുകയാണ്. എന്താ ഉണക്കമീൻ മാത്രം നല്ല വൃത്തിയായിട്ട് ഉണക്കിയെടുക്കുന്നതാണ്. ഈ പള്ളത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നല്ല ഉണക്കമീനും കിട്ടും.